ആശുപത്രിയിൽ കഴിയുകയായിരുന്ന പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യാൻ കാത്തിരുന്നത് 3 ദിവസങ്ങളാണ്. ചോദ്യം ചെയ്യലിൽ നടന്നത് കൊലപാതകം തന്നെയെന്ന് അയാൾ സമ്മതിച്ചു. വയനാട്ടിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. നമ്പ്യാർകുന്ന് മേലത്തേതിൽ എലിസബത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഭർത്താവ് തോമസ് വർഗീസിനെ നൂൽപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാവിലെയാണ് എലിസബത്തിനെ വീട്ടിലെ സ്വീകരണ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എലിസബത്തിനെ കൊലപ്പെടുത്തിയത് തന്നെയെന്ന ഭർത്താവ് തോമസ് വർഗീസ് ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയായിരുന്നു. കടബാധ്യതയെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. കഴുത്തിൽ തുണി കൊണ്ട് മുറുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊല നടത്തിയത്. 2 സ്വകാര്യ ചിട്ടികളും കൈവായ്പയായി ചിലരിൽ നിന്ന് വാങ്ങിയ തുകയുമടക്കം 8 ലക്ഷത്തോളം രൂപയുടെ ബാധ്യതയുണ്ടായിരുന്നു. ഇതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ എലിസബത്ത് കുറ്റപ്പെടുത്തിയതിൽ പ്രകോപിതനായാണ് കഴുത്തിൽ തുണി കൊണ്ട് മുറുക്കിയതെന്നാണ് തോമസ് പോലീസിനോട് പറഞ്ഞത്. തിങ്കളാഴ്ച രാവിലെ 8:30യോടെയാണ് നമ്പ്യാർകുന്നിലെ വീട്ടിനുള്ളിൽ എലിസബത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച തോമസ് വർഗീസിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടക്കം മുതൽ എലിസബത്തിനെ തോമസ് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് സംശയിച്ചിരുന്നു. ഇന്ന് ആശുപത്രിയിലെത്തി ചോദ്യം ചെയ്തതോടെയാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.